വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7 ആയി. തിരച്ചിലിൽ ഇന്ന് ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷി പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പശ്ചിമബംഗാൾ സ്വദേശിയായ സർവേയർ രാകേഷ് കുജൈറ്റിന്റേതാണ് മൃതദേഹമെന്ന് സ്ഥിരീകരിച്ചു. ഹിമാചൽ പ്രദേശ് സ്വദേശിയായ കൺസ്ട്രക്ഷൻ മാനേജർ വിക്രം റാണയെയാണ് ഇനി കണ്ടെത്താനുള്ളത്. മന്ത്രിമാരായ സണ്ണി ജോസഫും കെ.എം. ഷാജിയും ഇന്ന് ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ചു. രണ്ടാമത് ഈ ബോഡിയൊക്കെ എത്തിയതിനു ശേഷം ആ പഠനവും കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയുന്നതാണ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ദുരന്തത്തിന്റെ ഇരകൾക്കുള്ള ആശ്വാസ നടപടികൾ വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാരിന് കർശന നിർദ്ദേശം നൽകി ഹൈക്കോടതി. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ഉടൻ തന്നെ വിതരണം ചെയ്യുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കൂടാതെ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ മുഴുവൻ ചികിത്സാ ചെലവുകളും സംസ്ഥാന സർക്കാർ തന്നെ വഹിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. ജസ്റ്റിസ് എ.കെ. ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് വി.എം. ശ്യാംകുമാർ എന്നിവരടങ്ങിയ പ്രത്യേക ബെഞ്ചാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിച്ചത്. കണ്ടെടുത്ത മൃതദേഹങ്ങൾ യാതൊരുവിധ കാലതാമസവും ഇല്ലാതെ എത്രയും വേഗം ബന്ധുക്കൾക്ക് കൈമാറണമെന്നും കോടതി നിർദ്ദേശിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ സർക്കാർ വാദം തള്ളി കൊങ്കൺ റെയിൽവേ. നിർമ്മാണത്തിൽ പിഴവില്ലെന്നും അപകട കാരണം മണ്ണിടിച്ചിലുമെന്നാണ് വിശദീകരണം. തുരങ്ക നിർമ്മാണത്തിനുള്ള മണ്ണെടുത്തത് ശാസ്ത്രീയമായെന്നും കമ്പനി അവകാശപ്പെട്ടു. തുരങ്കമുഖത്ത് നിന്നും 100 മീറ്ററോളം അകലെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണ് കൂട്ടിയിട്ടത് അപകടത്തിന് കാരണമായിട്ടില്ലെന്നും കൊങ്കൺ റെയിൽവേ പറയുന്നു. നിർമ്മാണ രീതിയും രൂപകൽപ്പനയും ശാസ്ത്രീയമായാണ് നടന്നത്. കട്ട് ആൻഡ് കവർ പ്രദേശത്ത് മണ്ണിനൊന്നും സംഭവിച്ചിട്ടില്ല. തുരങ്ക നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്തതും ശാസ്ത്രീയമായി തന്നെയാണ്. മലയിടിച്ചിലാണ് ദുരന്ത കാരണമെന്നും 110 മീറ്റർ ഉയരത്തിൽ മണ്ണിടിച്ചിലുണ്ടായെന്നും കൊങ്കൺ റെയിൽവേ അവകാശപ്പെട്ടു.